ബീഫ് കട്ട്ലറ്റൊക്കെ തിന്നുമ്പോൾ ഈ ഫില്ലിങ് എങ്ങനെയാണ് ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നാറില്ലേ? അങ്ങനത്തെ ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യം എല്ലാ സ്പൈസസും മല്ലി, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായി ചൂടാക്കിയിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബൗള് നിറയെ ചെറിയ ഉള്ളി, ഒരു വലിയ തക്കാളി, 2 സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ ഈ പൊടിച്ച് മാറ്റിയ മസാല. വേറൊരു ചട്ടിയിൽ ഓയിലും ഗീയും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായി ചൂടാക്കാം. എന്നിട്ട് അതിൽ ഒരു സവോള നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മളിപ്പോൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഓയിലും ചേർത്തിട്ട് ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ട് ബാക്കിയുള്ള ഓയിൽ ചേർത്തിട്ട് അതിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചെറിയ ഉള്ളി എടുക്കണം. ചെറിയ ഉള്ളി ചൂടായ ശേഷം അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായി ഒന്ന് കുക്കായ ശേഷം നമ്മളുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എത്ര ആവശ്യമുണ്ടോ അത്രയും നമ്മൾ പൊടിച്ച് വെച്ച് ആ മസാല ചേർക്കുക. ഇതിലിപ്പോൾ ഞാൻ 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായി മിക്സ് ചെയ്ത ശേഷം ബീഫ് വേവിച്ചിട്ടുള്ള ആ വെള്ളം ഒഴിച്ചിടും. ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമ്മൾ ബീഫിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്തിട്ട് ബീഫും ആ വറുത്ത് വെച്ച ഉള്ളിയും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായി മിക്സാക്കിയ ശേഷം ആ വെള്ളമൊക്കെ വറ്റിയതിന് നമുക്ക് ഏതിനു വേണ്ടി ഫില്ലിങ്ങായിട്ട് യൂസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.